അച്ഛനെ വേണ്ടാത്ത മകൾക്ക് എന്തിനാണ് അച്ഛന്റെ പണം? വിവാഹമോചന കരാറിൽ അമൃത സുരേഷിന്റെ വ്യാജ ഒപ്പിട്ട് തിരിമറി കാണിച്ച സംഭവത്തിൽ നടൻ ബാലയ്ക്കെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗായിക അമൃത സുരേഷ് പോലീസിൽ പരാതി നൽകിയത്. ഈ വിഷയത്തിൽ ഇപ്പോഴിതാ അമൃതയ്ക്കെതിരെ രൂക്ഷമായി സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അച്ഛനെ വേണ്ടാത്ത മകൾക്ക് എന്തിനാണ് അച്ഛന്റെ പണം എന്ന തരത്തിലടക്കം സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുന്നു. എന്നാൽ ഈ സൈബർ ആക്രമണങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ മറുപടിയായി എത്തുകയാണ് അമൃത സുരേഷ്. അമൃത പറയുന്നത് ഇങ്ങനെയാണ്: ഇൻഷുറൻസ് തുക ചോദിച്ചിട്ടില്ലെന്നും തന്റെ വ്യാജ ഒപ്പിട്ട് കോടതി രേഖകളിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ് ഈ കേസെന്നും അമൃത വ്യക്തമാക്കുന്നു. അമൃതയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പണം വേണമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെ PR വർക്കിലൂടെ വ്യതിചലിപ്പിച്ച് വീണ്ടും തനിക്കെതിരെയുള്ള ഈ സൈബർ ആക്രമണം നിർത്തലാക്കണം എന്നാണ് അമൃത കൂട്ടിച്ചേർക്കുന്നത്. അമൃത സുരേഷിന്റെ പരാതിയിൽ നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ 5-ാം പേജിൽ കൃത്രിമം കാണിച്ചുവെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ പേജിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ബാല മകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചെന്നും അമൃത സുരേഷ് പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ നേരത്തെ തന്നെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ വ്ളോഗറും ബാലയുടെ മുൻ ഭാര്യയുമായ എലിസബത്ത് ഉദയനും നടത്തിയത്. അതായത് ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നായിരുന്നു എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയതും. അതുമാത്രമല്ല, നടനുമായുള്ള ബന്ധം വേർപെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിരുന്നില്ല. ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയതിനാൽ ആണ് ഒന്നും പറയാതിരുന്നതെന്നും എലിസബത്ത് പറയുകയാണ്. ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവെച്ചുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ്. മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ട് പോലീസോ മറ്റാർക്കെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല. പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ ബാല ഭീഷണിപ്പെടുത്തി. വിഷാദരോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ അബ്യൂസ് ചെയ്തും റേപ്പ് ചെയ്തു എന്നായിരുന്നു എലിസബത്ത് പറയുന്നത്. അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട്. നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു. എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു. മാത്രമല്ല, ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്ന് പറയാതെ പറഞ്ഞു എന്നും എലിസബത്ത് പറയുകയാണ്. ബാലയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത്. സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണ്. തന്റെ കുറിപ്പ് വൈറലായതോടെ ബാലയ്ക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയാണ്. ഇതുപോലുള്ള ക്രിമിനൽസിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ഇവർ ശക്തരാകുന്നു എന്നതായിരുന്നു കമന്റുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.